നല്ലൊരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ്. തിയേറ്ററിൽ നിന്ന് മിസ്സായി പോയൊരു മൂവി എക്സ്പീരിയൻസ് ആണ്. വളരെയധികം കാണണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പടം തന്നെയായിരുന്നു. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിൽ നിന്ന് വളരെ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവർ അവിടെ ക്യാരക്ടറൈസേഷൻ ആയാലും സ്റ്റോറിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ തുടക്കം തന്നെ ഇവർക്ക് എങ്ങനെയാണ് ഈ പവേഴ്സ് കിട്ടിയെന്നുള്ള ഒറിജിൻ സ്റ്റോറി പറയുന്നുണ്ട്. അതും ഡീറ്റെയിൽ ആയിട്ട് പറയാതെ വളരെ ചുരുക്കി ആ ഒരു കാര്യങ്ങൾ കണ്ടന്റ് കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞു പോയിട്ടുള്ളത്. അതിൻ്റെ ഓരോ ക്യാരക്ടറൈസേഷനും നൈസ് ആയിരുന്നു. പ്രത്യേകിച്ച് ബെൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, വളരെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണെന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് വളരെ നല്ലൊരു യുണീക്ക് ആയിട്ട് തന്നെ തോന്നി. അതിൻ്റെ അതത് ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പെഡ്രോ പാസ്കൽ, വെനസ കിർബി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ നല്ല പോലുള്ള സ്ക്രീൻ സ്പേസും ആ ഒരു ക്യാരക്ടറിൻ്റെ ഫുൾ ഫോമിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. എന്തായാലും നല്ലൊരു തുടക്കം തന്നെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഡൂംസ്ഡേക്ക് മുമ്പായിട്ടുള്ള കുറേ ഈവൻസ് ഇനി എന്തായിരിക്കും വരിക എന്നുള്ള ചില ഹിൻറ്റും ഒരു ഗംഭീര പോസ്റ്റ് ക്രെഡിറ്റ് സീനും സിനിമയുടെ അവസാനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം ഡ്യൂറേഷനിൽ അവർ നല്ല രീതിയിൽ തന്നെ സ്റ്റോറി പറഞ്ഞു പോയി. പ്രത്യേകിച്ച് ഗാലക്ടസിന്റെ ഒക്കെ ഒരു ക്യാരക്ടറിനൊക്കെ കാണിച്ചിട്ടുള്ളത് വളരെ കുറച്ച് ടൈമേ ഉള്ളെങ്കിലും ഇനിയും ഫർദർ മോർ ഈസ് കമ്മിങ് എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് എൻഡ് ചെയ്തായിട്ട് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരുപാട് ഈസ്റ്റർ എക്സും ഈ ഒരു സിനിമയിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം.